അങ്ങനെ ദ്രോണൻ ഉണ്ടായത് അങ്ങനെയാണ്. അദ്ദേഹം വിവാഹം കഴിച്ച് നേരത്തെ നമ്മൾ കണ്ടു കൃപാചാര്യരും കൃപിയും 2 കുട്ടികളുണ്ടായിട്ടുണ്ട്. ശാരദ്വാന് അതിൽ കൃപാചാര്യർ ധനുർവേദത്തിൽ കേമനായി. ഈ കൃപാചാര്യരുടെ സഹോദരി കൃപിയെ ദ്രോണർ വിവാഹം കഴിച്ചു. ആ ദ്രോണര് എങ്ങനെ വിവാഹം കഴിക്കും മുമ്പ് പഠിപ്പ് കഴിയണമല്ലോ. ദ്രോണര് അഗ്നിവേശൻ എന്ന് പറയുന്ന ഒരു മുനിയുടെ അടുത്താണ് ദ്രോണര് അസ്ത്രവിദ്യ പഠിച്ചത്. അഗ്നിവേശൻ എന്ന മുനിയുടെ അടുത്ത് അസ്ത്രവിദ്യ പഠിക്കുക മാത്രമല്ല, അദ്ദേഹം പിന്നീട് വേറെ ചില കാര്യങ്ങൾ പരശുരാമനിൽ നിന്ന് അദ്ദേഹം അസ്ത്രവിദ്യ പഠിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഈ അസ്ത്രവിദ്യ സമ്പൂർണ്ണമാകുന്നത് പരശുരാമൻ്റെ അടുക്കൽ നിന്ന് അസ്ത്രവിദ്യ പഠിക്കുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ ദ്രോണൻ അഗ്നിവേശമുനിയുടെ നിന്ന് അസ്ത്രവിദ്യയൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം കൃപാചാര്യരുടെ സഹോദരി ശാരദ്വാൻ്റെ മകള് കൃപിയെ വിവാഹം കഴിച്ചു. അതിലവർക്കൊരു മകനുണ്ടായി. ആ മകൻ ജനനസമയത്ത് ഉച്ചൈശ്രവസ് എന്ന കുതിരയുടെ ശബ്ദത്തിൽ കൂവിത്ര. ഉച്ചൈശ്രവസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായ കുതിരയാണ്. ആ ഉച്ചൈശ്രവസിൻ്റെ വാല് കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ളതിനെ ചൊല്ലി തർക്കമുണ്ടായിട്ടാണ് വിനതയും കദ്രുവും തമ്മിൽ കലഹമുണ്ടാകുന്നത്. അത് വേറെ വിഷയം. ആ ഉച്ചൈശ്രവസിൻ്റെ ശബ്ദത്തിൽ ഈ ദ്രോണൻ്റെ മകൻ കൂവി ജനിച്ച ഉടനെ. അതുകൊണ്ട് തന്നെ കുതിരകളൊക്കെ ഇങ്ങോട്ടും കൂവിത്രേ. അപ്പോൾ അശ്വത്ഥാമാവ് എന്നവന് പേര് വരാൻ കാരണം അശ്വത്തിൻ്റെ ശബ്ദത്തിൽ അവൻ കൂകിയത് കൊണ്ട് അവൻ അശ്വത്ഥാമാവ് എന്നവൻ അറിയപ്പെട്ടു.